വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഊട്ടിയിലത്തെ 3ാമത്തെ ദിവസമാണ്. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞങ്ങള് രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്, നിൽക്കുകയാണ്. അപ്പൊ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലത്ത് ഇവിടെ റെസ്റ്റോറന്റിലേക്ക് ഞങ്ങൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കയറ്റാണ്. വീഡിയോയിലൊക്കെ ഏറ്റവും അറിയുന്നില്ലല്ലേ? അറിയില്ലേ? മിനിഞ്ഞാന്ന് ഞങ്ങള് ആ കുന്നിന്റെ മുകളിലാണ് താമസിച്ചത്. ഇന്നലെ രാത്രി നമ്മൾ ഇങ്ങോട്ട് വന്നത്. റിയമോള് ഇഡലിയാണ് ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഞങ്ങള് റെസ്റ്റോറന്റിൽ പുറത്തേക്ക് ഇറങ്ങിട്ടോ. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങള് റൂമിലോട്ട് പോവാണ്. അവിടെയൊക്കെ ഫോട്ടോഷൂട്ടിങ് ആയതുകൊണ്ട് ഞാന് രാവിലെ എണീറ്റിട്ട് അവിടത്തെ സീനറി കണ്ടിട്ടില്ല. ഞങ്ങൾ രാത്രിയാ വന്നത്. അപ്പൊ രാത്രി കാണാനൊന്നും മനസ്സിലായില്ല, ഇരുട്ടായതുകൊണ്ട് തന്നെ. ഇതാണ് ഓപ്പൺ ടെറസ്. ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ട്, അത് കാണിക്കുന്നുണ്ട് ആവശ്യമില്ല. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് കെട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ചീകിട്ടൊന്നുമില്ല, വെറുതെ പിടിച്ച് കെട്ടിയത്. നല്ല അടിപൊളി ഹെയർ സ്റ്റൈല്. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു. ഇനി അവിടെ സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി പാർക്കിംഗ് കുറച്ച് സ്ഥലമുണ്ട്. വേറെ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇടാൻ സ്ഥലമില്ല. റോഡ് സൈഡിലൊക്കെ ഉണ്ട് ഇവിടെ കൊണ്ടുപോയി. അത് ഭീകരാണോന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തെത്തി. ഇവിടെ ആൾക്കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പാർക്കിങ്ങിന്റെ അവിടെ ഇവിടെ കൊണ്ടുണ്ടാവും. നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, എനിക്ക് കുറച്ച് ഭാഗ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വണ്ടി നിർത്താൻ പറ്റി. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞങ്ങക്ക് ഒരു വണ്ടി ഇവിടെ നിന്ന് എടുത്തതും ഞങ്ങക്ക് കിട്ടി, പാർക്കിംഗ് കിട്ടി. ഇങ്ങോട്ട് ഏത് പാളം? ഇതാണോ അപ്പുറമാണോ? ഫ്രണ്ട്സ്, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങേ അറ്റത്തോട്ട് പോവാണ്. അവിടെ എഴുതിയുണ്ട് കെട്ടി റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം ഇങ്ങനത്തെ ബോഗിയാന്നാണ് അപ്പ പറഞ്ഞത്. അല്ല, അവിടെ ട്രെയിൻ വന്നാലോ? ഫ്രണ്ട്സ്, ഇവിടെ നല്ല വെയിലുമാണ്, ചൂടാണ്. എന്നാലും വൈകുന്നേരവും രാത്രിയൊക്കെ നല്ല 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 തണുപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ രാവിലെ ഉച്ചയൊന്നും വരും ചൂടാണ്. ഇപ്പൊ രാവിലെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫ്രണ്ട്സ്, പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ദിയമ്മോളാണെന്ന്. നമുക്ക് ട്രെയിൻ വരാൻ വേണ്ടിട്ട് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം അത് തോന്നുന്നു അവിടെ നിന്ന് ട്രെയിൻ വരുന്നുണ്ട്. അത് കൂടെ എന്താ ഇവിടുന്ന് ട്രെയിൻ വരുന്നുണ്ട്. ഈ ട്രെയിനിന് നമുക്ക് കയറണം. അതാ ഇവിടുന്ന് ഉണ്ട്, നമുക്കുള്ള ട്രെയിൻ ഇവിടുന്ന് വരുന്നുണ്ട്. അയ്യോ, 2 ട്രെയിനും കൂടെ ഒരുമിച്ചാണല്ലോ വരുന്നത്. വരുന്നു. ഇവരൊക്കെ
ടൂറിസ്റ്റുകളാന്ന് തോന്നുന്നു അല്ലേ? ഫ്രണ്ട്സ്, ഓരോ സീറ്റിലും ഡോറുണ്ട് കേട്ടോ. കണ്ടോ, വിൻഡോ സീറ്റിന് അത് തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മുടെ ട്രെയിൻ വരാനായിട്ട് തോന്നുന്നു. അതവിടെ ഗ്രീൻ ഫ്ലാഗ് ഇങ്ങനെ. അതാ നമ്മുടെ പച്ചയാണല്ലോ, പച്ച ട്രെയിൻ. അല്ല, പുറകോട്ട് നീല. ഭയങ്കര തിരക്കാണല്ലോ. സീറ്റ് ഉണ്ടാവുമോ? എവിടെ നോക്കി നോക്കി. താഴോട്ടേക്ക്. ബാക്കിൽ അതിന് പുറകിൽ പോക്കി കൂടെ ഉണ്ട്. ഒരു കാട് പിടിച്ച സ്ഥലത്തൂടെയാണ് നമ്മൾ പോണത്. ഞാനിവിടെ സൈറ്റിലാണ് അങ്ങനെ അപ്പുറത്തുണ്ട്. ഫ്രണ്ട്സ്, വെല്ലിംഗ്ടൺ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ വായിക്കാൻ അറിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അതെ അതെ, ഇത് കിട്ടണമായിരുന്നു. ഊട്ടിക്ക് പോണ ട്രെയിനാണ്. അതെ, അതാണ് ഏറ്റവും രസം എന്നാണ് പറയണത്. റെയിൽവേ ട്രാക്കിന്റെ നടുക്ക് കൂടെ പൂവൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സെറ്റാക്കി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിന് അവിടെ പോയതാണ്. നമുക്ക് തിരിച്ചു പോവാൻ ടിക്കറ്റ് വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടി ഈ ട്രെയിൻ തന്നെ കിട്ടുമോ നമുക്ക് അറിയില്ല, റിസർവേഷൻ ആയതുകൊണ്ട്. ഫ്രണ്ട്സ്, ഈ ട്രെയിന് നമ്മൾ വന്ന ട്രെയിന് 4 മണിക്കാണ് തിരിച്ചു പോവാ. 2 മണിയായിട്ടുള്ള സമയം. ഫ്രണ്ട്സ്, നമുക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 2:30ക്കാണ് ക്യൂ ഓപ്പൺ ആവുള്ളൂ. അപ്പം ഞാൻ ഇവർക്ക് എന്തെങ്കിലും തൽക്കാലം വിശപ്പടക്കാനുള്ള എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ.
പപ്പ ഇപ്പം അവിടെ നിന്നപ്പോൾ പറഞ്ഞു, അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു 3:30 ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ സമയം 2:38 ഞങ്ങള് ഇവിടെ എത്ര മണിക്ക് 2 മണിക്ക് വന്നതാണ്. അതെ. അപ്പൊ ഇനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, പപ്പയ്ക്ക് ചായ ആയിട്ട് അമ്മ പോയിക്കൊണ്ടിരിക്കാണ്. എൻ്റെ കയ്യിൽ കുറെ സാധനങ്ങളുണ്ട്, അതുകൊണ്ട് ഷെയ്ക്കാ ഉണ്ടാവും. ചായയും സമൂസയും. ലെയർ മാത്രമേ ഉള്ളൂ തോന്നുന്നു. കട്ട് ചെയ്ത് ഫ്രണ്ട്സ്, അപ്പൊ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. അപ്പൊ ഭാഗ്യത്തിന് ഏറ്റവും ഫ്രണ്ടിലാണ്, ഭയങ്കര ഫ്രണ്ടിലല്ല. വെയിറ്റിംഗിനൊക്കെ അവസാനം ടിക്കറ്റ് കിട്ടി. ക്യൂവിന് ശേഷം ഒന്ന് കുഴങ്ങി. ആദ്യം 2:30 പറഞ്ഞു, പിന്നെ 3:30. നമ്പർ ഇല്ലാത്തവർക്ക് ടിക്കറ്റ് തീർക്കുമായിരിക്കും. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇവിടെ ട്രെയിൻ തിരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് വന്ന കെട്ടിന്ന് കൂണൂരിക്ക് വന്ന അതേ ട്രെയിൻ തന്നെയാണ് നമ്മൾ തിരിച്ചും പോണത്. തിരിച്ച് നമ്മൾ കെട്ടിയിലല്ല ഇറങ്ങണത് ഗൈസ്, ഊട്ടിയിലാണ് ഇറങ്ങുന്നത്. അത് എത്ര മണിക്കൂറുള്ളത്? അപ്പം 1.5 മണിക്കൂറൊക്കെയാണ് പറഞ്ഞത്. പിന്നെ മാത്രല്ല നമ്മളെ കിലുക്കം ഷൂട്ട് ചെയ്ത പ്ലേസ് ഒക്കെ നമുക്ക് കാണാം, കാണാൻ പറ്റും. ആ ഒരു ഇതുണ്ട്. പപ്പയും ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. തിരക്കാണെങ്കിൽ നമുക്ക് ഇരിക്കല്ലേ. 23-25 ഏതാണ്? ജനറലിന് എഴുതിയാല് 23 മുതൽ 26 വരെ. ഫ്രണ്ട്സ്, ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ട്രാക്ക് മാറില്ല. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഫ്രണ്ട്സ്, ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അതാണ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ലഞ്ച് കഴിച്ചാൽ വിശപ്പൊന്നുമില്ല. സാവധാനം തന്നെ കഴിച്ചത്. കെട്ടിയാണ്. അവിടെയാണ് നമ്മളെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ കെട്ടിയിൽ നമ്മൾ ഇറങ്ങുന്നില്ല, നമ്മൾ നേരെ ഊട്ടിക്കാണ് പോകുന്നത്. ആ സൈഡല്ലേ? ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഡിസംബറിലൊക്കെ വരും. നല്ല ഈ ഒരു ക്ലൈമറ്റിൽ വന്നു കഴിഞ്ഞാൽ അത്ര വലിയ സുഖമൊന്നുമില്ല. നമ്മള് സാധാ ട്രെയിനിൽ പോകുന്ന പോലെ തന്നെ. മാത്രമല്ല, പിന്നെ ഈ ട്രെയിന് പുറത്തുനിന്ന് കാണുന്ന ഭംഗിയുള്ളൂ, ഉള്ളിൽ കയറി അത്ര ഭംഗിയൊന്നും ഇല്ല അല്ലേ? ഉള്ളിൽ തണുപ്പില്ലാത്തോണ്ടാണ്. ഇല്ലാത്തോണ്ടാണ് ഒരു ബുദ്ധിമുട്ട്. റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമ്മള് വന്ന സ്ഥലത്ത് ഇവിടെയാണ് രാവിലെ ട്രെയിൻ കാത്തുന്നത്. ഇറങ്ങാണോ നീ മോളെ? ഇറങ്ങിക്കോ. നമ്മൾ കാറിൽ പോയിരുന്നു. ഞങ്ങളെ ഇവിടെ അധികം സമയമില്ലല്ലേ നമുക്ക്. പിന്നെ ഞങ്ങൾ ഊട്ടിയിൽ ചെന്നിറങ്ങാം. ദിയമോൾ ഇവിടെ ഇറങ്ങിക്കോ.
അതാ പറഞ്ഞത്. അതാ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതേ മോളെ എന്താ കാട്ടുക? കാട്ടുന്നേ മോളെ. അതാ ഉള്ളിൽ ലൈറ്റിലും ട്രെയിനിൽ ലൈറ്റും. ഫ്രണ്ട്സ് ലൗഡേൽ സ്റ്റേഷനെത്തി. ഇവിടെ മൊത്തം കൃഷിയാണ്. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. ഊട്ടി ടൗൺ നമ്മൾ എത്താനായിട്ടുണ്ട്. സൈഡില് ലെഫ്റ്റ് സൈഡില് ഞങ്ങള് നീലത്തോട്ടം ഇപ്പുറത്തെ സൈഡില് ക്യാരറ്റിന്റെ ഊട്ടി ലേക്ക്. അപ്പം ഞങ്ങള് ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഉദകമംഗലം അങ്ങനത്തെ ഉള്ള സ്ഥലത്തിന് വരും. നന്ദിനി തമ്പുരാട്ടി വന്നിറങ്ങിയ സ്ഥലല്ലേ? ഊട്ടിയിലെ നന്ദിനി തമ്പുരാട്ടി വന്നിരുന്ന സ്ഥലം. അവിടെ ജോജി അവിടെ ആയിട്ടാ നിന്നത്. അതെ അതെ. നമ്മളിനി അടുത്ത പരിപാടി പുറത്തിറങ്ങാം, കഴിക്കാൻ കിട്ടും നോക്കാം. കഴിഞ്ഞിട്ട് നേരെ ടാക്സി വിളിച്ച് കെട്ടി റെയിൽവേ സ്റ്റേഷനായിട്ട് പോകുന്നു. ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന ആൾക്കാരെ കൂട്ടുന്നുണ്ട്. ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന ആൾക്കാരല്ല, ഈ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന ആൾക്കാർ നോക്കണോ? ഇതൊക്കെ മംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബാഗൊക്കെ ആയിട്ട് ദൈവം ഇറങ്ങി കഴിഞ്ഞ് കൂലി വിളിച്ചായി. ചായ കുടിച്ചോണ്ട് ഞാൻ ചായ കുടിക്കില്ല. ഞാൻ മസാല കൊണ്ട് കഴിക്കാൻ കുഴപ്പമില്ല. രണ്ട് മസാല കൊണ്ടോ. ഞാൻ ഒരു ടാക്സിക്ക് റേറ്റ് ചോദിച്ചു. 8 കിലോമീറ്റർ ഉള്ളോടുന്ന റെയിൽവേ സ്റ്റേഷനിൽ ട്രാഫിക്കാണ്. എന്നാലും 1000 രൂപ പറഞ്ഞാൽ 8 കിലോമീറ്റർ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ. നമുക്ക് ഓട്ടോയ്ക്ക് ചോദിച്ചു. കൂടുതലാണ് ശരിക്കും അവർക്ക്. ഇനി ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണെന്നും അറിയില്ല കേട്ടോ. കൂടുതലാണ് ശരിക്കും. റെയിൽവേ സ്റ്റേഷനിൽ അത്ര ഇല്ലാന്ന് തോന്നുന്നു. ഫ്രണ്ട്സ് ഞങ്ങളപ്പം ഓട്ടോറിക്ഷയില് പോവാണ്. ഫൈനലി ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയിരുന്നു. ടാക്സിക്കാര് 700 പറഞ്ഞു. ആദ്യം 1000 പറഞ്ഞു, പിന്നെ 800 പറഞ്ഞു, 750 പറഞ്ഞു. ഓട്ടോറിക്ഷക്കാർ എല്ലാവരും പറഞ്ഞിട്ടോ. ഞാൻ എന്തായാലും ഈ ടൗണിൽ റേറ്റ് ഉണ്ടാവുന്നത് കിലോമീറ്റർ എവിടെ കിലോമീറ്റർ എന്താ നോക്കുന്നത് തോന്നുന്നു. കാരണം തിരക്കാണ് ട്രാഫിക്. ഇവിടൊക്കെ മഴക്കാർ. ആ ഒരു സ്ഥലത്ത് മാത്രം വെയില്. ശരിയാണല്ലോ. അത് മേഘത്തിന്റെ ഇടയ്ക്കിടെ സൂര്യൻ പോകുമ്പോ നമുക്ക് ചൂട്
ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ നമ്മളെ കാർ നിർത്തിയ സ്ഥലത്താണ് എത്തിയിട്ടുണ്ട്. ഗെത്തി റെയിൽവേ സ്റ്റേഷൻ. നമ്മള് മറ്റേ ഗെത്തിന്ന് ഊട്ടിക്ക് പോയത് ഭയങ്കര ദൂരം ഉണ്ടായിരുന്നു. ശരിയാണ്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ തിരിച്ച് കറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് വണ്ടി എടുക്കുന്നു, തിരിച്ച് റൂമിലോട്ട് പോകുന്നു, ഫ്രഷ് ആകുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, നാളത്തെ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. സ്കൂളിലെ ആൾക്കാരാണ്. മിലിറ്ററി സ്കൂൾ പുറത്തുണ്ടാവുമല്ലോ, അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ടൂർ വരുമ്പോ ഇവിടുത്തെ മിലിറ്ററിക്കാർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇന്ത്യക്കാരൊക്കെ ഉണ്ടാവും ഇവിടെ. ചിലപ്പോ ഇവിടെ വളർത്തുന്ന പോത്ത് വരുമ്പോ പോത്താണത്, കാട്ടുപോത്താണ്. അനി വരുന്നുണ്ടായില്ല. ഇറങ്ങി ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. വേണ്ട, ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ആ ഫോട്ടോനെ. അത് നോക്കി പേടിപ്പിച്ചില്ലേ. നമ്മള് മൃഗങ്ങൾ വരുമ്പോ ഫോണടിച്ച് ഒന്നും ശല്യപ്പെടുത്താൻ പാടില്ല. കാടിന്റെ നിയമമാണ്. വെറുതെ കീക്കടിച്ചപ്പോ നോക്കി ഈ സ്കൂട്ടറാണ് നോക്കി. പക്ഷെ ആ സ്കൂട്ടറുകാരനും പേടിയായി. അവർ തിരിച്ചു വരാൻ നിൽക്കുന്നു. അപ്പൊ നമ്മുടെ ഊട്ടി കുന്നൂർ ട്രെയിൻ യാത്ര അടിപൊളിയായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു അല്ലെ. ഞങ്ങള് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു നമ്മള് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുന്നു, പ്രത്യേകിച്ച് ഊട്ടി ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പം പെട്ടെന്നായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. നല്ല വ്യൂവും. അതെ, അങ്ങോട്ട് പോയാലും തിരിച്ച് ട്രെയിനിൽ ഇങ്ങോട്ട് പോരാൻ പറ്റുന്ന ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അതും വരെ അതെ, ഊട്ടി ആ ഒരു റൂട്ടിൽ പോകാൻ പറ്റുന്ന ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കിലുക്കത്തെ ആ ഒരു അതെ, കിലുക്കത്തിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ബൈ.